വാർത്തകളിലേക്ക് 54 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രൻ ലക്ഷ്യമിട്ട് മനുഷ്യരെ വഹിക്കുന്ന ബഹിരാകാശ ദൗത്യം ആർടെമിസ് 2 യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങി നാസ. ചന്ദ്രനിൽ കാലുകുത്തുകയില്ലെങ്കിലും ആർടെമിസ് 2-ൽ ബഹിരാകാശ യാത്രികർ ഭൂമിയിൽ നിന്ന് ഏറെ വിദൂരമായ ചാന്ദ്രമേഖലയിലേക്ക് യാത്ര ചെയ്യും. 4-അംഗ സംഘമാണ് ചന്ദ്രനെ വലം വയ്ക്കാൻ പുറപ്പെടുന്നത്. അമേരിക്കൻ സമയം ഏപ്രിൽ 1-നാണ് ലോഞ്ച് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഏപ്രിൽ 6 വരെ ദൗത്യത്തിന് ബാക്കപ്പ് വിൻഡോകളുമുണ്ട്. ചന്ദ്രനിൽ ഇറങ്ങുന്നില്ലെങ്കിലും 54 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ചന്ദ്രൻ ലക്ഷ്യമാക്കി മനുഷ്യർ കുതിക്കുന്നു എന്നതാണ് ആർടെമിസ് 2-നെ ചരിത്രപരമാക്കുന്നത്. ആദ്യമായി ഒരു സ്ത്രീയും കറുത്തവർഗക്കാരനും അമേരിക്കൻ പൗരനല്ലാത്തയാളും ചാന്ദ്രപഥത്തിലേക്ക് യാത്ര ചെയ്യുന്നുവെന്ന രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് രണ്ടാം ആർടെമിസ് ദൗത്യത്തിന്. അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് ഭൂമിയിൽ നിന്നുള്ള ദൂരം 440 കിലോമീറ്ററാണ്. ലോ എർത്ത് ഓർബിറ്റ് അഥവാ ലിയോ എന്നറിയപ്പെടുന്ന ഭ്രമണപഥ മേഖലയിലാണ് ISS സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രനാവട്ടെ ഭൂമിയിൽ നിന്ന് 3,84,000 കിലോമീറ്റർ അകലെയും. മനുഷ്യൻ അവസാനമായി ഈ ദൂരം യാത്ര ചെയ്ത് ബഹിരാകാശത്തേക്ക് പോയത് 1972-ലാണ്. അപ്പോളോ 17-ൽ യൂജീൻ കെർണനും ഹാരിസൺ ഷ്മിറ്റും ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം. 1972-ന് ശേഷം മനുഷ്യരുടെ ബഹിരാകാശ യാത്രകളൊക്കെ ലിയോയിൽ ഒതുങ്ങിയിരുന്നു. ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ ചാന്ദ്രയാത്രകളിൽ നിന്ന് മനുഷ്യരുടെ ശ്രദ്ധ മാറ്റിയതാണ് കാരണം. ആളില്ലാ ചാന്ദ്രയാത്രയായ ആർടെമിസ് 1 2022-ലാണ് നടന്നത്. ഒറായൻ ക്യാപ്സൂൾ നവംബർ 16-ന് യാത്ര തിരിച്ച് ചന്ദ്രനെ ചുറ്റി 25 ദിവസവും 10 മണിക്കൂറും 53 മിനിറ്റും നീണ്ട യാത്ര കഴിഞ്ഞ് 2022 ഡിസംബർ 12-ന് തിരികെ എത്തി. ആർടെമിസ് 2-നുള്ള തയ്യാറെടുപ്പായിരുന്നു ആർടെമിസ് 1. സ്പേസ് ലോഞ്ച് വെഹിക്കിൾ എന്ന റോക്കറ്റാണ് ഒറായൻ ക്യാപ്സൂളിനെ ബഹിരാകാശത്തെത്തിക്കുന്നത്. നാസയുടെ റെയ്ഡ് വൈസ്മനാണ് ക്രൂ കമാൻഡർ. നാസയുടെ വിക്ടർ ഗ്ലോവറാണ് പൈലറ്റ്. കനേഡിയൻ ബഹിരാകാശ ഏജൻസിയുടെ ജെറമി ഹാൻസൺ, നാസയുടെ ക്രിസ്റ്റിന കൊച്ച് എന്നിവരാണ് മിഷൻ സ്പെഷ്യലിസ്റ്റുകൾ. കാനഡയിൽ നിന്ന് ആദ്യമായൊരാൾ ഭൗമ ഭ്രമണപഥത്തിന് പുറത്തു കടക്കുന്ന യാത്ര എന്ന സവിശേഷതയും ആർടെമിസ് 2-നുണ്ട്. ഭൂമിയിൽ നിന്ന് അദൃശ്യമായ ചാന്ദ്രമേഖലയിലേക്ക് ആർടെമിസ് 2-ലെ ബഹിരാകാശ യാത്രികർ പോകും. ബഹിരാകാശത്ത് ആഴത്തിലുള്ള പര്യവേക്ഷണങ്ങൾക്കുള്ള സാധ്യതകൾ പരീക്ഷിക്കലാണ് ആർടെമിസ് 2-ന്റെ പ്രധാന ലക്ഷ്യം. 11 ദിവസമാണ് ദൗത്യത്തിന്റെ ദൈർഘ്യം. ചന്ദ്ര പര്യവേക്ഷണം സുസ്ഥിരമാക്കുക, ഭാവി ചൊവ്വാ ദൗത്യങ്ങൾക്കുള്ള അടിത്തറയിടുക തുടങ്ങിയ വിശാല ലക്ഷ്യങ്ങളും ആർടെമിസ് 2-നുണ്ട്. ഇന്ത്യൻ സമയം ഏപ്രിൽ 2-ന് പുലർച്ചെ 3:54-നും 5:54-നും ഇടയിലാണ് ലോഞ്ച് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം അടിയന്തര സാഹചര്യമുണ്ടായാൽ ഏപ്രിൽ 7 വരെയുള്ള ഏത് ദിവസവും ലോഞ്ചിനായി തിരഞ്ഞെടുക്കപ്പെടാം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.